പരമരഹസ്യമായിട്ട് വേണം ചെയ്യാൻ. സാറേ, നമ്മൾ 3 പേരെ എല്ലാം അറിയൂ. ഒന്ന് ഞാൻ, മറ്റേത് സാറ്, പിന്നെ എല്ലാം അറിയുന്നു പരമാത്മാ. മതി, അത് മതി. പിന്നെ എപ്പോഴാണ് യാത്ര? ഉടനെ പോവും. അവിടെ ഒരു ഏജന്റ് ഉണ്ട്, ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. അയാൾ എന്നെ വിളിക്കും. വിളി വന്ന ഉടനെ ഞാൻ ഇറങ്ങും. വില അല്പം കുറഞ്ഞാലും കൊടുത്തേക്കാം. നമ്മൾ ആവശ്യക്കാരായി പോയില്ലേ? സാറേ, സാർ ഇപ്പൊ പറഞ്ഞു. ഇനി ആരോടും അങ്ങനെ പറയല്ല സാറേ. ആവശ്യം നമ്മളെയാന്ന് കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ താഴ്ത്തിക്കളയും വില. അതാണ് ഈ റിയൽ എസ്റ്റേറ്റിന്റെ ഒരു രീതി. നമ്മൾ പരമാവധി വിലയ്ക്ക് തന്നെ വിൽക്കും. ലാഭം വേണ്ട, എന്നാലും നഷ്ടം പാടില്ലല്ലോ. അത് ശരിയാ. കഴുകന്മാരെ പോലെ ചുറ്റിയടച്ച് നടപ്പുണ്ട് കാഞ്ചനയും അക്ഷയും. അവരറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാക്കും. അതാ ഒരാളും ഒന്നും അറിയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ആരൊന്നും അറിയില്ല സാറേ. അറിയേണ്ടത് പോലും അറിയേണ്ടവരെ അറിയിക്കാതല്ലേ സ്വാമി ഇത്ര കാലം ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം 3 മറയൂർ യാത്ര എല്ലാം ഭംഗിയാവട്ടെ. ശുഭവാർത്ത കേൾക്കാൻ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങുക ഈ നിമിഷം മുതൽ. അക്ഷരേ, എടി അക്ഷരേ, ഇവിടെ പോയി കിടക്കും. എടി അക്ഷരേ, എടി നീ അറിഞ്ഞോ? നിന്റെ ഡാഡിയെ എല്ലാം വിറ്റു തൊലിക്കാൻ പോവാ. ആ സ്വാമിയാ ഏജന്റ്. അതിനുവേണ്ടി അയാൾ യാത്ര പോവാൻ പോണെന്ന്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്റെ ഭാഗ്യത്തിനാ ആ സമയത്ത് ദൈവം ആ സംസാരം എന്റെ ചെവിയിലെത്തിച്ചത്. എല്ലാം രഹസ്യമായിട്ട് ചെയ്യാനാ പരിപാടി. എടി, സമ്മതിക്കരുത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ വിൽക്കാൻ സമ്മതിക്കരുത്. ഒരാളുടെ പേരിലിരിക്കുന്ന പ്രോപ്പർട്ടി വിൽക്കാൻ അയാൾക്ക് ആരുടെ സമ്മതം വേണ്ട അപ്പച്ചി? അതെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് പറഞ്ഞാ മതി. ഇവിടെ എന്ത് വിൽക്കാനും വാങ്ങാനും ഇവളുടെ എന്റെ സമ്മതം വേണം. അല്ലെങ്കിൽ ഉടക്കും ഞങ്ങള്. തർക്കമുള്ള വസ്തു ആരെങ്കിലും വാങ്ങുവോ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. അല്ല, സ്വാമി ഇങ്ങോട്ട് പോകുന്നു അപ്പച്ചി കേട്ടത്. മൂന്നാറോ മറയൂരോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞേ. അല്ല, അവിടെ അയാൾക്ക് എന്താ ഒരു ഇടപാട്? അത് തന്നെയാ ഞാനും ആലോചിച്ചത്. എന്തായിരിക്കും ഏർപ്പാട്? കണ്ടുപിടിക്കാം, ഫോളോ ചെയ്യാം. നിന്നെപ്പോലും അറിയോ സ്വാമി? അല്ല, അങ്ങനെയാണല്ലോ ഇതുവരെയുള്ള അനുഭവം. സിദ്ധനാണോ കള്ളനാണോ എന്നൊക്കെ ഇപ്പൊ അറിയാം. കണ്ടുപിടിക്കാൻ പറ്റിയ സമയം ഇത്. 3 മറയൂർ റൂട്ടിൽ സ്വാമിയുടെ പുറകെ നമ്മുടെ ആളുകളുണ്ടായിരിക്കും. സ്വാമി എന്ന പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്ന് ഈ യാത്രയിൽ അറിയാം. ആ സ്വാമി ഭൂലോക തട്ടിപ്പാണെന്നാ എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിലേ ഏതെങ്കിലും സ്വാമിമാര് വസ്തു കച്ചവടത്തിന് ഇറങ്ങുമോ? ഈ സ്വാമി വേഷമൊക്കെ വെറും അടവാ. എന്തൊക്കെയോ മൂടി വെക്കാനുള്ളൊരു ശ്രമോ? വെറും ഊഹാപോഹങ്ങൾ കൊണ്ട് നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ശക്തമായ തെളിവ് വേണം. അത് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ആ മിഷൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത്തവണ സ്വാമി രക്ഷപ്പെടില്ല. സ്ഥലക്കച്ചവടത്തിനിറങ്ങിയ സ്വാമിയുടെ സകല വിവരങ്ങളും ഞാൻ ശേഖരിച്ചിരിക്കും. ഇത് വെറും വാക്ക് പറയല്ല, നടന്നിരിക്കും. ബുദ്ധിമുട്ടാ, എന്നാലും ശ്രമിച്ചു നോക്കാം. വിജയിച്ച നമ്മൾ രക്ഷപ്പെട്ടു. ആ ശല്യം അങ്ങ് അതോടെ ഒഴിവാകും.
ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെ എനിക്ക് ഒരു വിലയുമില്ല. ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കുന്നുമില്ല. എന്തിനാ നാണം കെട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നേ? ഇതിലും എത്രയോ ഭേദം എന്റെ വീട്. എന്നാ പൊക്കോടി. പോകാൻ തീരുമാനിച്ചാലേ ഞാൻ തടയത്തൊന്നുമില്ല. എന്നെ മനസ്സിലാക്കാത്ത ഒരു ഭാര്യ എനിക്കും വേണ്ട. മനോഹര, കുറെ കാലമായി ഞാനിത് സഹിക്കുന്നു. പരിഹാസത്തോടെ അല്ലാതെ ഇവൾ എന്നോട് മിണ്ടാറുണ്ടോ? ഉണ്ടോ? അമ്മ എന്നെ പറ, ഉണ്ടോ? ഇവള് പറയുന്നൊന്നും ഞാൻ അനുസരിക്കത്തില്ലെന്നാണ് ഇവിടെ പരാതി. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം ഇവൾ അനുസരിക്കാറുണ്ടോ? എടി എടി എടി, ആദ്യം നീ സ്വയം നന്നാകാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കും. ഞാൻ കാരണാണോ ഈ വീട്ടിൽ ഓരോന്ന് സംഭവിക്കുന്നത്? ഇവിടെ എന്നെ ഉണ്ടായത് പോലീസ് വരാൻ പോവാ, അതും ഒരു കൊലക്കേസ് പ്രതി അന്വേഷിച്ച്. അതൊരു ഗൗരവമുള്ള വിഷയച്ചാ. നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാ. എടാ, നീ എന്തിനാണ് അവനോട് ദേഷ്യപ്പെടുന്നേ? പോലീസ് വരുന്നതിന് കുഴപ്പമില്ലെന്നാണോ നീ പറയുന്നേ? ഒരു പോലീസ് എവിടെയും വരാൻ പോകുന്നില്ല. വരണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടാവും. ദേവികമ്മളെ പിടിക്കാൻ എന്തായാലും അവർ വരത്തില്ല. വേറെ ആരെയും അന്വേഷിച്ച് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ചിലപ്പോൾ വരും, വരാതെയിരിക്കാം. വേറെ ആരെ അന്വേഷിച്ച് വരാനാ? അയ്യോ, അത് വരുമ്പോ അറിഞ്ഞാ പോരെ. അച്ഛാ, ഈ ധൈര്യം അച്ഛൻ എപ്പോഴും ഉണ്ടാവണം. ആ, അതുണ്ടായിക്കോളും മോനെ. അതിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടുണ്ടാക്കുന്നതൊന്നും ഈ വീട്ടിൽ ആരും ചെയ്യരുത്. ചെയ്താ ഞാൻ എന്റെ പാട്ടിന് ഇറങ്ങിപ്പോവും. പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാവില്ല. ആര് വന്ന് വിളിച്ചാലും അത് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും, അച്ഛനും മക്കളും എല്ലാം. എടാ മനോഹര, ഓ, ദേ ഞാൻ അവളുടെ കൂടെ നിൽക്കും. അവള് പറയുന്നതിൽ ന്യായമുണ്ടടാ. ആ, ന്യായോ അന്യായോ ഒക്കെ എങ്ങനെയാ അമ്മ തീരുമാനിക്കുന്നത്? ആദ്യമേ നിങ്ങൾ പേടിക്കുന്ന പോലെയൊക്കെ സംഭവിക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. മുത്തശ്ശി, ഇത് ഓവർ കോൺഫിഡൻസാ. ഒന്നും സംഭവിക്കില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം. ഇത് അപകടമാ. ആളകത്ത് പോകുമ്പോഴേ ഇത്തരക്കാർ പഠിക്കും. അതെ, ഒന്നും ചെയ്തിട്ടില്ലെന്നല്ലേ അവര് തറപ്പിച്ച് പറയുന്നേ. അതങ്ങനല്ലേ പറയാൻ പറ്റൂ. നമുക്ക് നോക്കാം, കൊന്നതാരാന്നും കൊല്ലിച്ചതാരാന്നും. ആ സാറേ, ഞാനിത് ഇറങ്ങാൻ പോവുക. ബാഗൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചാണ്. ഇനി ഇറങ്ങിയാൽ മതി. ഓ, സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട. പോയ കാര്യം സാധിച്ചിട്ടേ ഈ സ്വാമി തിരിച്ചു വരൂ. ബസ്സിന് സമയമാണോ സാറേ? പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ വണ്ടി അതിൻ്റെ വഴിക്ക് പോവും. ഞാൻ അവിടെ എത്തിയിട്ട് സാറിനെ വിളിച്ചോളാം.